മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എലിസബത്ത് ഡോക്ടർ ആണെങ്കിൽ മഹിയുടെ കണ്ടീഷനെ കുറിച്ച് തോമസ് സാറിനോട് പറയുന്നു. കണ്ണനെ പോലെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇപ്പൊ കണ്ണൻ ചെയ്തിരിക്കുന്നത്. വളരെ മോശമായി പോയി. മഹാലക്ഷ്മിയുടെ അവസ്ഥയെക്കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. എന്തായാലും ഇച്ചായനൊന്ന് വിളിച്ച് പറയും കണ്ണനോട് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എത്താൻ പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം തോമസ് സാർ ആണെങ്കിൽ അനന്തുവിനോടും ലേഖയോടും പറഞ്ഞതിന് ശേഷം കണ്ണനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കാരണം കണ്ണന് ഓൾറെഡി കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും 5 വയസ്സിൽ ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല എന്ന് കണ്ണൻ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞ ഉടൻ തോമസ് സാറിനോട് മാപ്പ് ചോദിക്കുകയും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഇപ്പൊ തന്നെ താൻ എത്തുമെന്ന് പറഞ്ഞ് കണ്ണൻ അവിടെ നിന്നും പുറപ്പെട്ട് നേരെ പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ വെച്ച് കണ്ണനാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. തന്റെ കുഞ്ഞിനും മഹിക്കും യാതൊരു ആപത്തും വരരുതെന്നും താൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സിദ്ധയായിട്ടുള്ള അമ്മയെ കാണുന്നത്. ആ അമ്മ പറയുന്നുണ്ട്, മോന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോൻ വിശദീകരിക്കണമെന്നില്ല. കുഞ്ഞിനും മഹിക്കും ഒരാപത്തും സംഭവിക്കില്ല. പക്ഷെ ഒരിക്കലും അവളെ തള്ളിക്കളയരുത്. അത്രയ്ക്കും നല്ലൊരു കൂട്ടാണ് മോന് കിട്ടിയിരിക്കുന്നത്. അയ്യപ്പസ്വാമിയാണ് നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധം ആർക്കും പിരിച്ചു കളയാനായിട്ട് കഴിയില്ല. ഇപ്പോഴത്തെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് മഹാലക്ഷ്മിക്കൊപ്പം തന്നെ മോൻ ഒരു തണലായിട്ട് ഉണ്ടാവണം. മോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മോൻ ഇനിയും അറിയാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. അതൊക്കെ വൈകാതെ തന്നെ മോൻ അറിയുമെന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ കണ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അനന്തുവിനോടും ലേഖയോടും ചോദിക്കുന്നുണ്ട് മഹിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. അവരാണെങ്കിൽ കണ്ണനോടുള്ള ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നീട് തോമസ് വൈദ്യനാണെങ്കിൽ ഒരിക്കലും മഹിയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കണ്ണൻ ഉപദേശിക്കുകയാണ്. കണ്ണൻ മഹിയെ കാണാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കാരണം അവൾ ഒരിക്കലും വിചാരിച്ചില്ല കണ്ണൻ തന്നെ കാണാൻ വരുമെന്ന്. എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹിയോട് മാപ്പ് ചോദിക്കുമ്പോൾ അന്ന് ആക്സിഡന്റിന് ശേഷം ഉണ്ടായ പല സംഭവങ്ങളെ കുറിച്ചും മഹാലക്ഷ്മി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ സത്യം പറഞ്ഞാൽ തന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു, തന്റെ അച്ഛനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് മഹിയോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ ഏകദേശം മഹിക്കാണെങ്കിൽ ആശ്വാസമാവുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് മഹി അനന്തുവിനോടും ലേഖയോടും നോക്കാനായിട്ട് പറഞ്ഞ് നേരെ ചെല്ലുന്നത് തന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. കാരണം മഹി കണ്ണനോട് ആ വലിയ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ആക്സിഡന്റിന് ശേഷം കണ്ണൻ വീട് കിടന്ന സ്ഥലത്ത് നിന്നും അയ്യപ്പസ്വാമിയെ കിട്ടിയെന്നും ആ അയ്യപ്പസ്വാമിയാണ് പൂജാമുറിയിൽ ഇരിക്കുന്നതെന്നും അതിനെയാണ് ഞാൻ എപ്പോഴും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുള്ളത് എന്നൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കണ്ണൻ പൂജാമുറിയിൽ കയറുകയോ ഇതുവരെയും അതായത് അച്ഛന്റെ മരണത്തിന് ശേഷം ഒന്ന് പൂജാമുറിയിൽ കയറി തൊഴുതിട്ട് പോലുമില്ല. പക്ഷെ കണ്ണൻ ഇപ്പോഴെന്തോ വേഗം പോയി ആ അയ്യപ്പ വിഗ്രഹത്തെ കാണാനും അതിന് മുന്നിൽ തൊഴുതു നിൽക്കാനും തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ കപിലേശ്വരത്തിലേക്ക് അവൻ എത്തുന്നുണ്ട്. ഈ സമയം ദുർഗയും ഉണ്ണിയും കണ്ണനെ ചൊടിപ്പിക്കുന്നത് പോലെ സംസാരിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടെ മറുപടി കൊടുക്കുമ്പോൾ കണ്ണേട്ടൻ എന്തപ്പോ ഭയങ്കര ദേഷ്യമാണല്ലോ, എന്തു പറ്റി? എല്ലാവരോടും ദേഷ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടൊന്നും എനിക്ക് ദേഷ്യമില്ല. പക്ഷെ ദേഷ്യപ്പെടേണ്ട പലരോടും എനിക്ക് ഇപ്പോഴും നല്ല ദേഷ്യം തന്നെയാണ്. പിന്നെ നീ നിന്റെ അമ്മായച്ചനെ കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് എന്താ പോവാത്തത്? അത് ഇവിടെ കരുണ തടഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവൾ തടയുന്നത്? ആദ്യം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്ക്. എന്നിട്ട് മതി എന്റെ മനസ്സിൽ എന്താണെന്നും ഞാൻ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്നൊക്കെ. അല്ല, നിന്റെ അമ്മായച്ചന്റെ ദേഹത്ത് കൃത്യമായിട്ട് എങ്ങനെയാടാ നമ്മുടെ അച്ഛൻ കേറിയത്? ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, മോള് പറഞ്ഞല്ലോ വിശ്വേട്ടൻ പ്രതാപന്റെ ദേഹത്ത് കയറിയത് ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെയാണെന്ന്. അതിനു വേണ്ടിയിട്ടല്ലേ ഇവിടെ പൂജകളൊക്കെ നടക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അതിനാരും സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ ശരി, അച്ഛനെന്താ അവളുടെ അച്ഛന്റെ ദേഹത്ത് തന്നെ കയറാൻ കാരണം? അതിനെക്കുറിച്ച് താനും ആലോചിച്ചെന്നിങ്ങനെ ഉണ്ണി പറയുന്നു. ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ചെന്ന് ചോദിക്കും നിന്റെ പെണ്ണിനോട് എന്ത് എന്ത് കാര്യം കൊണ്ടാണ് നിന്നെ അവിടേക്ക് ഇതുവരെയും കടത്തിവിടാത്തതെന്ന്, നിന്റെ അമ്മായച്ചനെ കാണാൻ സമ്മതിക്കാത്തതെന്ന്. പല രഹസ്യങ്ങളും ഒരുപക്ഷെ മറച്ചു പിടിക്കുന്നുണ്ടാവും. അതൊക്കെ ചെന്ന് ചോദിക്കെന്ന് പറഞ്ഞ് ഉണ്ണിയെ ചൊടിപ്പിക്കുന്നുണ്ട് കണ്ണൻ. ഈ സമയം ഉണ്ണിക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ്. അവനും പ്രതാപനെ കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ അവർക്ക് മുന്നിൽ വെച്ച് തന്നെ പൂജാമുറിയിലേക്കാണ് നേരെ കയറി ചെല്ലുന്നത്. ഇത് കണ്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും ആകെ ഡൗട്ടാവുകയാണ്. ഇത്രയും നാളായിട്ടും കൊല്ലങ്ങളായിട്ടും പൂജാമുറിയിലേക്ക് കയറാത്ത ആൾ ഇതപ്പോ പൂജാമുറിയിലേക്ക് കയറിയിരിക്കുന്നു. അതിന് പിന്നിൽ എന്താണെന്ന് അവര് ചിന്തിക്കുകയാണ്. അങ്ങനെ തുറകയാണെങ്കിൽ കണ്ണന് പുറകെ തന്നെ പോകുന്നുണ്ട്.
പൂജാമുറിയിലേക്ക് എത്തുന്ന കണ്ണനാവട്ടെ അയ്യപ്പസ്വാമിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നാണ് ദുർഗ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അവൻ വേഗം തന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സൊരുക്കി തന്റെ മഹിയെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. അയ്യപ്പസ്വാമിയാണ് ഞങ്ങളെ ഒരുമിച്ചത് എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എന്തെങ്കിലും എന്റെ മഹിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം. അവള് ശരിക്കും നിരപരാധി തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അയ്യപ്പസ്വാമിയോട് ഉറക്കം മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ദുർഗ ഈ സമയം കണ്ണനെ ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായി.